ശ്രീമദ് ഭഗവത്ഗീത 3-ാമത്തെ അധ്യായം കർമ്മയോഗം. കർമ്മയോഗയിലെ 11-ാമത്തെ ശ്ലോകത്തിലൂടെ ശ്രീകൃഷ്ണൻ അർജുനനോട് ഇങ്ങനെ പറയുന്നു: അല്ലയോ അർജുന, യജ്ഞരൂപത്തിലുള്ള കർമാനുഷ്ഠാനം കൊണ്ട് നിങ്ങൾ ദേവന്മാരെ സന്തോഷിപ്പിക്കുവിൻ. അങ്ങനെ സന്തുഷ്ടരായ ദേവന്മാർ നിങ്ങളെയും സന്തോഷിപ്പിക്കട്ടെ. ഇങ്ങനെ അന്യോന്യം സന്തോഷിപ്പിച്ചാൽ നിങ്ങൾക്ക് പരമമായ ശ്രേയസ് കൈവരും. ദേവാൻ ഭാവയതാതേന തേ ദേവാ ഭാവയന്തുവഹ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യഥ. ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ ദേവന്മാരെ എങ്ങനെ ആരാധിക്കണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഓരോ വ്യക്തിയുടെയും ജീവിതം അവൻ്റെ ചുറ്റുപാടിലുമുള്ള ഓരോ പ്രപഞ്ച ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുപോലും മനസ്സിലാക്കുന്നതിനായി, അങ്ങനെ തിരിച്ചറിയുന്നതിനായി മനുഷ്യൻ്റെ അഹന്ത അവനെ അനുവദിക്കുന്നില്ല. ജീവിക്കുവാൻ ആവശ്യമായ ഊർജം പകർന്നു നൽകുന്നത് സാക്ഷാൽ സൂര്യനാണ്. ആ സൂര്യൻ്റെ ചൂടോ വായുവിൽ നിന്നുള്ള പ്രാണപ്രസരമോ ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതവും സാമർഥ്യവും ഒരു നിമിഷം ഇല്ലാതാകും. എന്നാൽ മനുഷ്യന് ജീവനും സാമർഥ്യവും പകർന്നു തരുന്ന ആ സൂര്യനും വായുവും ജീവനുള്ള പ്രപഞ്ച ഘടകങ്ങളാണെന്ന് കരുതുന്നതിന് പോലും പലർക്കും സാധിക്കുന്നില്ല. എല്ലാ ശരീരങ്ങളിലും ജീവനായി പ്രവർത്തിക്കുന്നത് പരമാത്മദേവത തന്നെയാണ്. സൂര്യചന്ദ്രാദി സൗരയൂഥ ഘടകങ്ങളിലും മനുഷ്യ പക്ഷി മൃഗാദി ജീവജാലങ്ങളിലും പ്രവർത്തന രഹസ്യം ഒന്ന് തന്നെയാണ്. പക്ഷേ സർവത്ര നിറഞ്ഞു തിങ്ങുന്ന അഖണ്ഡബോധത്തെ വിചാരം ചെയ്തറിയുവാൻ എല്ലാവർക്കും കഴിവില്ല. ഇന്ദ്രിയ അനുഭവങ്ങൾക്കപ്പുറം എന്തെങ്കിലും ഉള്ളതായി കരുതുവാൻ പോലും പലരും ശ്രമിക്കുന്നില്ല. അങ്ങനെയുള്ളവരെ സത്യത്തിനോട് അടുപ്പിക്കുവാൻ വേണ്ടിയാണ് ഋഷിമാർ ദേവസങ്കല്പങ്ങൾക്ക് രൂപം കൊടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ സനാതന ധർമ്മവിശ്വാസികൾ, നമ്മുടെ ഋഷിമാർ നമുക്ക് പറഞ്ഞു തന്നത് സകലതിനെയും ഈശ്വരനായി കാണണം. കല്ലിനെയും മണ്ണിനെയും ജലത്തിനെയും വായുവിനെയും പക്ഷിമൃഗാദികളെയും എല്ലാത്തിനെയും ഈശ്വരനായി കാണണം. നമ്മൾ ഹിന്ദുമതവിശ്വാസികൾ പർവ്വതങ്ങളെ ആരാധിക്കുന്നു, കല്ലിനെ ആരാധിക്കുന്നു, ജലത്തിനെ ആരാധിക്കുന്നു, നദികളെ ആരാധിക്കുന്നു, സമുദ്രത്തിനെ ആരാധിക്കുന്നു, വായുവിനെ ആരാധിക്കുന്നു, പൂക്കളെ ആരാധിക്കുന്നു, പക്ഷിമൃഗാദികളെ ആരാധിക്കുന്നു, വലിയ മൃഗമായ ആനയെയും സിംഹത്തിനെയും എലിയെയും പാമ്പിനെയും നമ്മൾ ഒരുപോലെ ആരാധിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഋഷിമാർ അങ്ങനെയുള്ള ദേവതാസങ്കല്പങ്ങൾ നമുക്ക് നൽകിയത്? എല്ലാം ഒന്നു തന്നെ, ഒരു പരമാത്മാവിൻ്റെ സൃഷ്ടികൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് ഒരേ ഈശ്വരനാണ് എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ പ്രപഞ്ചശക്തികൾ ഇല്ല എങ്കിൽ നമ്മൾക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ സനാതന ധർമ്മവിശ്വാസികൾ പണ്ടുകാലത്ത് പ്രപഞ്ചത്തെ സ്നേഹിക്കുകയും പ്രപഞ്ചത്തിലെ ഓരോ ശക്തിയെയും ഈശ്വരനു തുല്യമായി പൂജിക്കുകയും ചെയ്തു പോന്നിരുന്നു. തനിക്ക് ലഭിക്കുന്ന എല്ലാ നേട്ടങ്ങളുടെയും പുറകിൽ ആ പ്രപഞ്ചശക്തികളാണ് എന്നു മനസ്സിലാക്കി അവയെ
കൃതജ്ഞതാപൂർവം ദേവസങ്കല്പം പുലർത്തി ആരാധിക്കുന്നത് ഒരുപക്ഷെ അന്ധവിശ്വാസമായി കരുതപ്പെടുന്നു ഈ കലിയുഗത്തിൽ. എന്തായാലും ദിവ്യങ്ങളായ പ്രപഞ്ച ഘടകങ്ങളിൽ ദേവസങ്കല്പം പുലർത്തി അവയെ ആരാധിക്കുവാൻ പ്രജാപതി ലോകാരംഭകാലം മുതൽക്കു തന്നെ എല്ലാ പ്രജകളോടും ആവശ്യപ്പെട്ടിരുന്നു. ദേവകൾ സന്തുഷ്ടരായാൽ അവർ പ്രജകൾക്ക് ഹിതകരങ്ങളായ ഐശ്വര്യങ്ങൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. തുടർന്നും പ്രജകളുടെ ദേവഭാവന കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യും. അതുമൂലം ഈ പരസ്പര ബന്ധം ജനങ്ങളുടെ ഭൗതികവും ആധ്യാത്മികവുമായ പരമമായ ഉന്നതിക്ക് വഴിതെളിക്കും. ഇങ്ങനെ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന മന്ദബുദ്ധിയായ ഒരു അജ്ഞനെ പോലും സത്യത്തിനോട് പിടിച്ചടുപ്പിക്കുവാനുള്ള ഉപായങ്ങളാണ് ഈ യജ്ഞങ്ങൾ. ഭാരതീയരുടെ ഏറ്റവും വലിയ വിശ്വാസമാണ് പുണ്യനദികളിലെ സ്നാനം. ധാരാളം ആളുകൾ അതിനെ പരിഹസിക്കും. മഹാകുംഭമേള നടന്ന സമയത്തും ധാരാളം പരിഹാസ വചനങ്ങൾ നമ്മൾ കേട്ടു. പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്താൽ നിങ്ങൾ ഇതുവരെ ചെയ്ത പാപങ്ങളെല്ലാം നശിക്കുമോ എന്ന ഒരു ചോദ്യം അവിടെ വന്നു. ഓരോ പുണ്യസ്നാനങ്ങളും ഓരോ മനുഷ്യൻ്റെയും പുതിയ പുതിയ അനുഭവങ്ങളാണ്. അവ മനുഷ്യനെ ശുദ്ധീകരിക്കുന്നു. അതോടുകൂടി അവൻ്റെ പാപങ്ങൾ നശിക്കപ്പെടും എന്ന് അവൻ വിശ്വസിക്കുന്നു. പിന്നീട് ആ പാപങ്ങൾ ചെയ്യാതിരിക്കുവാൻ അവൻ പരമാവധി ശ്രമിക്കുന്നു. അവൻ ആ നദിയെ പുണ്യനദിയായി കണക്കാക്കുകയും ആ തീർത്ഥത്തെ സംരക്ഷിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നു. ഓരോ തീർത്ഥങ്ങളിലെയും സ്നാനം അത് മനുഷ്യൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു. അവൻ സ്നാനം ചെയ്യാനായി പോകുമ്പോഴും സ്നാനം ചെയ്യുമ്പോഴും അവൻ പശ്ചാത്തപിക്കുന്നു. താൻ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് അവൻ പശ്ചാത്തപിക്കുന്നു. അതോടുകൂടി ആ നദിയെ പുണ്യനദിയായി കരുതുന്നു. ആ നദിയെ അവൻ സംരക്ഷിക്കുന്നു. ആ നദിയിൽ സ്നാനം ചെയ്തതിനു ശേഷം അവൻ അവൻ്റെ മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുന്നു, താൻ ചെയ്ത പാപങ്ങൾ സർവേശ്വരൻ പൊറുത്തിരിക്കുന്നു. ഇനി അതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുന്നതിനായി അവൻ പരമാവധി ശ്രമിക്കുന്നു. ഇതാണ് ഇവിടെ ഋഷിമാർ ഉദ്ദേശിക്കുന്നത്. പുണ്യനദികളായി നമ്മുടെ തീർത്ഥങ്ങളെ മനുഷ്യൻ കണക്കാക്കുമ്പോൾ അവയെ സംരക്ഷിക്കുന്നതിനായി അവൻ പ്രയത്നിക്കുന്നു. അത് അവൻ്റെ നിലനിൽപ്പിനു തന്നെ കാരണമായി തീരുന്നു. അതോടുകൂടി അവൻ വിശ്വസിക്കുന്നു ദേവത അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഒരു നദി വറ്റാതെയും വരളാതെയും ഇരിക്കുമ്പോൾ അവൻ്റെ കൃഷി സമൃദ്ധിയായി വളരുന്നു. അവൻ്റെ പശുക്കൾ ധാരാളം ജലം കുടിക്കുന്നു. അതുവഴി അവൻ്റെ സാമ്പത്തിക നില ഭദ്രമായി തീരുന്നു. അവനെ ദേവതകൾ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് അവൻ വിശ്വസിക്കുന്നു. ഇതാണ് ഋഷിമാർ ഉദ്ദേശിച്ചതും. അതുകൊണ്ട് പ്രപഞ്ച ഘടകങ്ങളായ ഓരോ ശക്തികളെയും ദേവതാരൂപത്തിൽ പ്രാർത്ഥിക്കുന്നതിനായി ഋഷിമാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. ആ പൂജയാണ്, ആ സങ്കല്പമാണ് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനമായും വേണ്ടത്. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായം കർമ്മയോഗം, കർമ്മയോഗയിലെ 11-ാമത്തെ ശ്ലോകത്തിലൂടെ ഇതാണ് ശ്രീകൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഹരേ കൃഷ്ണ.